അല്ല, എം പിമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അത് അന്വേഷിക്കാറില്ല, തിരക്കാറില്ല. കാരണം ഞാൻ മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും മത്സരിക്കാനില്ലെന്നും എൻ്റെ നിലപാട് വളരെ കൃത്യമായി നിങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞ സാഹചര്യത്തിൽ എം പിമാർ മത്സരിക്കുമോ മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാറില്ല. നാളത്തെ ഈ സുധാകരൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അക്കാര്യത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാവും. അതിനെക്കുറിച്ച് കാരണം അത് അങ്ങനെ മാറ്റിവെച്ചെന്നോ അല്ലെങ്കിൽ എം പിമാർക്ക് മത്സരിക്കാൻ വേണ്ടി എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു സൂചനയോ വ്യക്തമായൊരു അറിവോ ഇല്ല. ഏതെങ്കിലും എം പിമാർക്ക് ഇളവ് നൽകിയാലും താങ്കൾ ഈ നിലപാടിൽ തന്നെ ഉറച്ചു? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിലപാട് തുടക്കം മുതലേ ഇത് തന്നെയാണ്. മത്സരിക്കാൻ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. എനിക്ക് മത്സരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുമില്ല. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് വ്യക്തമാക്കിയാണ് ആ സ്റ്റാൻഡ് ഞാൻ ഉറച്ചത്. ഇല്ല, ഞാനിപ്പോൾ ലോക്സഭാ അംഗമാണ് എന്നുള്ളത് കൊണ്ടാണ് നിയമസഭയിലേക്ക് മത്സരിക്കാത്തത്. നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് മണ്ഡലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും സംവരണ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവർത്തകരും നേതാക്കളുമൊക്കെ ക്ഷണിക്കുന്നുണ്ട്, മത്സരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ ഏതാണ്ട് 15 വർഷക്കാലം എം പി ആയിരുന്ന അടൂർ ലോക്സഭാ മണ്ഡലത്തിലെ അടൂർ അസംബ്ലി സീറ്റ് സംവരണ മണ്ഡലമാണ്. അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ വോട്ടർമാരും പാർട്ടിയൊന്നും ഇല്ലാത്ത, രാഷ്ട്രീയമില്ലാത്ത ആളുകളൊക്കെ തന്നെ എന്നോട് അടൂർ മത്സരിക്കാൻ വരണമെന്ന് പറയുന്നുണ്ട്. അവരൊരു പഴയ സ്നേഹത്തിൻ്റെയും പഴയ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യം. അതുപോലെ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട ഒരു മണ്ഡലമാണ് ചിറയൻകീഴ്, അതും സംവരണ മണ്ഡലം. അവിടെ നിന്നും പ്രവർത്തകരും നേതാക്കളും ഒക്കെ അവിടെ മത്സരിക്കാൻ ചെല്ലണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ പല മണ്ഡലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവർത്തകരും നേതാക്കളും മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. അതെ, മത്സരിക്കുക. അല്ലല്ല, അത് ഞാനിപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞല്ലോ, പാർട്ടിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആ നിലപാടിൽ തന്നെ എപ്പോഴും.